പറവൂർ ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂളിലെ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് മുൻ ജില്ലാ സെക്ഷൻ ജഡ്ജി KS സത്യൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം വിമല പ്രൊവിൻസ് കൗൺസിലർ ഡോക്ടർ സിസ്റ്റർ സൗമ്യ തോമസ് അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ ലൈജി ബൈജു, മുൻ AEO CS ജയദേവൻ സാർ, പ്രിൻസിപ്പൽ സിസ്റ്റർ സ്മിത ജോസ്, PTA പ്രസിഡന്റ് വിഷ്ണു, PTA സെക്രട്ടറി ജിജി ബിജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മികച്ച വിജയം നേടിയ മെഡിക്കന്മാർക്കും മെഡിക്കുകൾക്കും എൻ്റെ അനുമോദനം. ഈ ഹാളിലേക്ക് കടന്നു വന്നപ്പോൾ വല്ലാത്തൊരു എനർജിയാണ് ഫീൽ ചെയ്തത്. അതിൽ ഇത്രയും കുട്ടികൾ അവരവിടെ ഒരു വാദ്യമേളങ്ങളും കയ്യടിയും, ആ എനർജി ശരിക്കും പറഞ്ഞാൽ അത് വളരെ വർഷങ്ങൾക്ക് പിന്നോട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അതൊന്നും ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് പക്ഷെ ഇങ്ങനെയുള്ള ഒരു അനുമോദന ചടങ്ങുകളൊന്നും സംഘടിപ്പിക്കുന്നത് അത്ര പതിവുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഈ ദിവസം എന്നും ഓർമ്മിക്കാൻ പറ്റുന്നൊരു ദിവസമാക്കിയതിന് പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പലിനും അഭിനന്ദനങ്ങൾ. നിങ്ങൾ എത്തട്ടെ. ഈ ഒരു വിജയങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇതിൽ എല്ലാത്തിലും എത്തിപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ നാളുകളാണ് ഇനി വരുന്നത്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നിങ്ങൾ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ പറ്റൂ. ഉയരങ്ങളിൽ എത്തിപ്പെട്ടാൽ മാത്രമേ സമൂഹം അംഗീകരിക്കൂ. അത് നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇനി വരുന്ന കുട്ടികൾക്കും ഇതേ കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. ഇന്ന് ആകെ എത്ര കുട്ടികൾ അനുമോദിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അടുത്ത വർഷം ഇതിൻ്റെ ഇരട്ടി കുട്ടികൾ ഈ അനുമോദനത്തിന് അർഹരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനൊരു കവിത ഓർത്തു. വടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ക് ചേരുവാൻ വഡ്വിതൊത്തൊരു ചാരു കേരള ഭാഷ തന്നെ ചിദംബരുന്നു. അപ്പോൾ ആരൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കും തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ജഡ്ജും സിസ്റ്ററൊക്കെ മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. എന്തായാലും ഇന്ന് ഇവിടെ വെച്ച് ഓണർ ചെയ്യപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ പാരൻസിനും മനസ്സ് നിറഞ്ഞ ആശംസകൾ നേരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആബലിനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ നേരുന്നു. ആബൽ വളരെ ഭംഗിയ എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ നിൽക്കുന്നു. ഞാൻ കണ്ട 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒരു അപ് ടു 18 വയസ്സ് വരെ എല്ലാ കുട്ടികളും സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് പാരൻസ്. മനസ്സിലായത് ഞാൻ പറഞ്ഞത്? 18 വയസ്സ് വരെ എല്ലാ കുട്ടികളും ഒരു രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. അതുകൊണ്ടാണ് അവരുടെ അവകാശങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് സംഭവിച്ചാലും രാഷ്ട്രം ഇടപെടുന്നത്. 18 കഴിഞ്ഞാൽ അവർ ഫ്രീ ബേർഡാണ്, മെച്ചുറായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അച്ഛനമ്മമാർ, ഞാനടക്കമുള്ള പാരൻസ് കാണിക്കുന്ന കൺസേൺ അത് വലിയ കൺസേണാണ്. ഇവർ എങ്ങോട്ട് പോകണം എന്നുള്ളതിന് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റാതെ നമ്മുടെ പാഷനും നമ്മളുടെ താല്പര്യങ്ങളും അവരുടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജിയോട് സൂചിപ്പിച്ചു. ഞാനും അത് തന്നെ സൂചിപ്പിക്കുന്നു. SSLC+2 ക്ലാസ്സിലെ ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികളെയും അധ്യാപകരെയും മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും മാജിക് ഷോയും അരങ്ങേറി.